ഹലോ, ഇന്ന് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2.5 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ ചേർക്കാനുള്ള ചുവന്ന ഉള്ളി 15 അല്ലി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുരുമുളക് കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. അടി കൂട്ടി ഇളക്കാനും ശ്രദ്ധിക്കണം. തേങ്ങ ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ മൂത്ത് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി ഇതിൻ്റെയൊക്കെ മൂത്ത നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്, നല്ല ചുവന്ന നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് 3 വലിയ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി തീ അണച്ച ശേഷം നമുക്കിത് ആറാൻ വെക്കാം. തേങ്ങ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ആ ചീനിച്ചട്ടിയുടെ ചൂടിൽ തേങ്ങ വീണ്ടും കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായി ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിയും ചേർത്ത് അരച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോ തവണ പൊടിക്കാൻ എടുക്കുമ്പോഴും അതിലേക്ക് കുറേശ്ശെ ഉപ്പും കുറച്ച് പുളിയും ചേർത്ത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടും കുഴഞ്ഞിട്ടില്ല. ചിലർ പറയാറുണ്ട് ചമ്മന്തിപ്പൊടി കുഴഞ്ഞു പോയിന്ന്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് വെളിച്ചെണ്ണ കൂടിയ തേങ്ങ കൊണ്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോഴാണ്. അത് ഒഴിവാക്കാനായി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞു മാറ്റിയാൽ മതി. അതിനുശേഷം തേങ്ങ വറുത്ത് ചമ്മന്തിപ്പൊടി ആക്കുകയാണെങ്കിൽ അതൊരിക്കലും കുഴയത്തില്ല. പിന്നെ ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തുവിടാം. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും.
പിന്നെ ഓരോ സ്ഥലങ്ങളിലും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചേരുവയിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മളെല്ലാം എപ്പോഴും ഇതുപോലെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറ്. ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.